കാലാഹിനാ പരിഗ്രസ്തമാം ലോകവും ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു. ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു. ഇവിടെ ലക്ഷ്മണോപദേശത്തിലെ ശ്രീരാമചന്ദ്രസ്വാമി പറയുന്നത് തന്നെയാണ്. നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും അല്പകാലം ആയുസ്സും ഓർക്ക നീ ലക്ഷ്മണനോട് പറയുകയാണ്. അവിടെ ഉപദേശിക്കാൻ എല്ലാവർക്കും നല്ല, ഈശ്വരനുമൊക്കെ ഉപദേശിക്കാൻ എളുപ്പമാണ് ലക്ഷ്മണനെ ഉപദേശിക്കുന്നത്. അപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി ഈശ്വരനായി ജനിച്ചോന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനില്ല. സാധാരണ മനുഷ്യനായിട്ട് ജനിച്ച് ഈശ്വരത്വത്തിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത് എല്ലാവരും, കൃഷ്ണനാണെങ്കിലും എല്ലാവരും. അപ്പോൾ ഉപദേശിക്കാൻ എല്ലാവർക്കും കൊള്ളാം. പക്ഷേ സ്വന്തം അച്ഛൻ അവിടെ രാജ്യഭാരം കിട്ടില്ല എന്ന് വിചാരിച്ചപ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ടായി. മന്ധര എന്നൊരു കഥാപാത്രം നമുക്ക് ആലോചിച്ചാൽ അറിയാം. മന്ധര ഒന്നിനുമല്ലാതെ, ഒരു സ്ഥാനമാനങ്ങൾക്കും അല്ലാതെ തന്നെയാണ് ഈ കുത്തിത്തിരിപ്പുണ്ടാക്കിയത്. പക്ഷേ ഇപ്പോഴത്തെ സാമൂഹ്യ രീതിയിൽ ചിന്തിക്കുമ്പോൾ അവനവന് നേട്ടമില്ലാതെ പോലും ഒന്നും ചെയ്യുന്നില്ല. മന്ധര എന്നൊരു ഉജ്ജ്വല കഥാപാത്രത്തെ അവിടെ സൃഷ്ടിക്കുന്നു. അത് തമ ഗുണത്തെ പ്രാധാന്യം ചെയ്യുന്നതാണ്. അപ്പോൾ മകൻ്റെ ഒരു ദുഃഖം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഉണ്ടായപ്പോൾ അവിടെ അച്ഛൻ ഹാർട്ട് അറ്റാക്കായിട്ട് മരിക്കുകയാണ് ഉണ്ടായത്. ഹാർട്ട് അറ്റാക്ക് ഇന്നുണ്ടല്ല, പണ്ടേ ഉണ്ടായതാണ് അർത്ഥം. അപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി നിലത്ത് കിടന്ന് ഉരുണ്ട് കരയുകയാണ് ചെയ്യുന്നത്. അപ്പോഴോ രണ്ട് ഭാവങ്ങളായിട്ട് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഉപദേശിക്കാൻ കൊള്ളാം, പക്ഷേ അവനവൻ്റെ ദുഃഖങ്ങളും അവനവൻ്റെ പ്രശ്നങ്ങളും വരുമ്പോൾ കരയുമ്പോൾ കരയണം, ചിരിക്കേണ്ടപ്പോൾ ചിരിക്കണം എന്നർത്ഥം. ഒരു വികാരങ്ങളും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതേത് വികാരമാണ്? ഒരാളോട് മുഖത്ത് നോക്കി പ്രതികരിക്കണമെങ്കിൽ പ്രതികരിച്ചേ പറ്റൂ. ഒരു ഇൻസിഡൻസിനെ മനഃപൂർവ്വം അല്ലാതെ കൊണ്ട് നമ്മളുടെ കുട്ടികളെ ഏതെങ്കിലും രീതിയിൽ പ്രവർത്തികൾ ധാർമ്മികമായ രീതിയിൽ ജീവിച്ചിരിക്കുന്ന കുട്ടികളെ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരാൾ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ ഇരിക്കും, അപ്പം പ്രതികരിക്കണം. കിട്ടിയാൽ ഒരു തല്ലും കൊടുക്കണം. അപ്പോൾ കുട്ടികളൊപ്പം മനസ്സിന് ശുദ്ധത നിസ്സംഗ ബുദ്ധിയും വന്നുവെങ്കിൽ തട്ടിക്കളയാമീ സംസാര ദുഃഖത്തെ ചെറ്റെന്നു നിങ്ങൾ അറിഞ്ഞിടണം. വേറൊരാളുടെ കുട്ടിയെ, വേറൊരാളുടെ മകനെ ചീത്ത പറയാൻ ആർക്കാ അധികാരം? ആരെങ്കിലും അധികാരം നിന്നിട്ടുണ്ടോ? ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. 14-15 വർഷം ജീവിതത്തിൽ കൗണ്ടൊക്കെ ക്ലിയറാണ്, ജീവിതത്തിൽ ഒരുമിച്ച് ജീവിക്കുകയാണ്, എന്നിട്ടും കുട്ടികളില്ലാത്തവരില്ലേ? അപ്പോൾ ഇതൊന്നും ചിന്തിക്കില്ല എന്നർത്ഥം. വെറുതെ പണത്തിൻ്റെ അഹങ്കാരത്തിൽ, അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെ അഹങ്കാരത്തിൽ, അല്ലെങ്കിൽ കൂടെ ആളുണ്ട് എന്നുള്ള അഹങ്കാരത്തിൽ ചീത്ത പറയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല എന്നർത്ഥം. അതാണ് ലക്ഷ്മണ പെരുമാളെ പോലും എതിർത്തപ്പോൾ ലക്ഷ്മണ പെരുമാൾ അവിടെ ലക്ഷ്മണ പെരുമാൾ സ്വന്തം സഹോദരന്മാരെ പലരും യുദ്ധത്തിലുമൊക്കെ എതിർത്തപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി മുന്നിൽ കയറി എന്ന് യുദ്ധത്തെ നയിച്ചെങ്കിൽ മക്കളെ പോലെ തന്നെ കണക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉജ്ജ്വലമായ രീതിയിലുള്ളതായ പിന്നീട് വരുന്ന കഥാപാത്രവും നമുക്ക് ആലോചിക്കാം. ശ്രീരാമചന്ദ്രസ്വാമിയുടെ മക്കൾ 2 കുട്ടികൾ, ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ എന്ന് തന്നെ പറയാം. ഇരട്ടക്കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, സുഞ്ചിമാങ്കുളത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇരട്ടക്കുട്ടികളായതുള്ളതായ 2 പേര് പിന്നീട് വാത്മീക ഏതോ താമസ രാഗം ഉണർന്നു വീണ്ടും. അപ്പം അവിടെ അടുത്ത തലമുറയിലേക്കും അവിടെ ഒരു ഭക്ത കവി എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ പുണ്യമാണ്. വളരെ ചുരുക്കേ അങ്ങനെ കാണാറുള്ളൂ. അത് രാമായണത്തിലൂടെ പോകുമ്പോൾ മാത്രമേ കാണുന്നുള്ളൂ. ബാക്കി പുരാണങ്ങളുടെ അവിടെ പോകുമ്പോൾ ഒരു കഥാപാത്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഈശ്വരൻ്റെ അല്ലെങ്കിൽ ഒരു നിയോഗം 125 വർഷം കഴിഞ്ഞാൽ അവിടെ തീർന്നു. പക്ഷേ രാമായണത്തിൻ്റെ മാത്രം പ്രത്യേകതയായിട്ട് കാണാൻ സാധിക്കുന്നത് എന്താണ്? അടുത്ത തലമുറകളായിക്കൊണ്ട് അവിടെ സീതാദേവിയുടെ ശ്രീരാമചന്ദ്രസ്വാമിയുടെയും മക്കളായ 2 മിടുക്കന്മാർ പിന്നീടും നാമജപവും നാരായണ നാമവും ശ്രീരാമചന്ദ്രസ്വാമിയുടെ നാമവും ഒക്കെ പാടിക്കൊണ്ട് നടക്കാൻ സാധിച്ചു. അത് രാമായണത്തിന് മാത്രമുള്ളൊരു പേറ്റൻ്റ്, രാമായണത്തിന് മാത്രം. ബാക്കി ഒന്നും എവിടെയും കാണാൻ സാധിക്കില്ല. കാരണം പിന്നീടുള്ള തലമുറകൾ, പിന്നീട് വരുന്നതായ ചിങ്ങമാസത്തിൽ വരുന്നതായ ശ്രീകൃഷ്ണസ്വാമിയുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ, ശ്രീകൃഷ്ണ അവതാരത്തിൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ഏരകപ്പുല്ലുകളെ കൊണ്ട് പരസ്പരം തമ്മിത്തല്ലിച്ചെത്തു. ശ്രീകൃഷ്ണൻ്റെ തലമുറയിലുണ്ടായിരുന്നവരും അധാർമികരായിത്തീർന്നു. എല്ലാ തരത്തിലുള്ള വൃത്തികേടുകളും കാണിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നപ്പോൾ രാജ്യഭാരം ഇല്ലാത്തതുകൊണ്ട് ലോകത്തിന് എന്ത് സംഭവിച്ചു? ലോകത്തിന് ഇരുന്നാൽ നാശമാവുന്ന അവിടെ മനസ്സിലായപ്പോൾ കാലരൂപി അന്വമോത്തത.
അവിടെ അനുമോദിക്കുകയുണ്ടായത്. ഏറെ പുല്ലുകളെ കൊണ്ട് ഇവരെ അടിക്കാൻ തുടങ്ങിയാൽ ഒരു ധാർമ്മികമായ മാർഗത്തിലൂടെ പോയി ഇവിടെ തമ്മിൽ തല്ലി തുടങ്ങിയ ഭഗവാൻ ചിരിച്ചു. ജനിച്ചപ്പോൾ മുതൽ കാട്ടാർമിണ്ട ദിനം വരെ കണ്ണൻ കപടലഗോപാലൻ കാരുണ്യാംബുഖനാകരൻ ചെയ്ത കാര്യം സകലതും ജഗന്മോഹനമായ ഭഗവാന്റെ കാലിൽ ഇതാ അവിടെ അമ്പ് തെറിച്ച് 125-ാമത്തെ വർഷം ദഗ്ധ്വ ധാം ആവശ്യം. പലരും അദഗ്ധ്വ എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും ദഹിപ്പിക്കുക തന്നെ വേണം. ദഹിപ്പിച്ചാൽ മാത്രമേ വീണ്ടും നമ്മളെപ്പോലുള്ള അവതാരങ്ങൾ ഉണ്ടാവുള്ളൂ എന്നർത്ഥം. അപ്പോൾ അവതാരങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഒരു ശരീരം എടുത്ത് ഞാൻ ദഹിപ്പിക്കണം, പിന്നെ ഉടനെ തന്നെ അടുത്ത് എടുക്കണം. അത് മുന്നോട്ട് പോകുമ്പോൾ അടുത്ത അവതാരമായ ശ്രീകൃഷ്ണൻ്റെ ചരിത്രങ്ങളിലേക്ക് എടുത്തു പോകുമ്പോഴൊക്കെ പിന്നീട് തുടരേണ്ടതായ ആരും തുടരുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് രാമായണത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അതുപോലെ തന്നെ പാണ്ഡവരുടെ നാശം, കൗരവരുടെ നാശം, ഇതൊക്കെ എത്രയോ പ്രാവശ്യം ഭഗവാൻ ക്ഷമിച്ചു എന്നർത്ഥം. എത്രയോ പ്രാവശ്യം ക്ഷമിച്ചു. ഒരു പിടി മണ്ണ് പോലും കൊടുക്കാൻ ഭഗവാൻ പറഞ്ഞു, ഒരു യുദ്ധം ഒഴിവാക്കാനായിക്കൊണ്ട്. അപ്പോൾ യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം യുദ്ധം എന്ന് പറയുന്നത് പരിപൂർണമായിട്ടും ആരും ജയിക്കുന്നില്ല, എല്ലാവരും തോൽക്കുക ചെയ്യുന്നത്. എത്രയോ തലമുറകളായിട്ട് ഉണ്ടാക്കി വെച്ച സ്വത്ത് മക്കൾ ഒക്കെ നഷ്ടപ്പെടേണ്ടതാണ് യുദ്ധം. ഇപ്പോൾ യുദ്ധത്തിൽ അനുഭവമ്പോൾ ഇങ്ങനെ ഞെക്കാം, പക്ഷെ ഞെക്കണവന് അതിന് പ്രശ്നമില്ല. പിന്നെ ഹിരോഷിമ, കഴിഞ്ഞ ദിവസം ഹിരോഷിമ ദിനങ്ങളിലൊക്കെ നമുക്കറിയാം പലരും ഇങ്ങനെയുള്ളതായ സംഭവങ്ങളിൽ ഈ ഒരു സ്ഫോടനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സ്ഫോടനത്തിൻ്റെ രംഗം കണ്ടു കഴിഞ്ഞാൽ അവർ സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പലരും നമുക്ക് പ്രത്യക്ഷമായിട്ട് തന്നെ അറിയാം. കാരണം അവർക്ക് പോലും ഈ ദുഷ്ടത ചെയ്ത അവർക്ക് പോലും ഈ രംഗങ്ങൾ കാണാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഹിരോഷിമ ദിനം, ഇന്ന് ലോക സിംഹ ദിനം. എന്താ സിംഹത്തിൻ്റെ പ്രത്യേകത എന്നർത്ഥം? സിംഹം രാജാവാണെന്നർത്ഥം. രാജാവിൻ്റെ ഒരു നോട്ടം, രാജാവിൻ്റെ ഒരു അലറൽ മതി എന്നർത്ഥം. രാജാവിൻ്റെ ഒരു അലറൽ മതിയെല്ലാം എന്ന്. സിംഹം രാജാവാണെന്നർത്ഥം. സിംഹം അതിൻ്റെ അത്യാവശ്യം വിശപ്പ്, അങ്ങേയറ്റം വിശപ്പ് സഹിക്കാതെ വരുമ്പോൾ മാത്രമേ അത് എന്ത് തരുന്നുള്ളൂ? ഇരയെ തരുന്നുള്ളൂ. മനുഷ്യനൊക്കെ എന്തോരം ജീവികളെ കൊന്നു തിന്നണു എന്നർത്ഥം. ധാരാളം പച്ചക്കറികളില്ലേ, ഇലക്കറികളില്ലേ, അതൊക്കെ കഴിക്കാൻ പാടില്ലേ? അതൊക്കെ കഴിക്കാൻ പാടില്ലെന്ന് വെച്ചാൽ അയ്യോ അതിനൊന്നും ഒരു ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ. എന്തോ ഒരു സാധനം ഇങ്ങനെ തലമുടി കരിയണ പോലെ സാധനം ഇങ്ങനെ അരിഞ്ഞ് പിന്നെ കവർമ്മയോ ഷവർമ്മയോ അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എന്തിനു കൊന്നു തിന്നണം എന്നർത്ഥം. അവിടെ ശ്രീകൃഷ്ണസ്വാമിയുടെ അടുത്ത തലമുറ വരുമ്പോൾ അവർ മദ്യമാംസാദികളൊക്കെ കഴിച്ചിരുന്നു. അതാണ് നാശത്തിന് കാരണം ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഓരോ പുരാണങ്ങളിലേക്ക് പോകുമ്പോഴും അതിൻ്റേതായ പ്രത്യേകതകളെ കണ്ടെത്താൻ സാധിക്കണമെന്നർത്ഥം. ഏത് പുരാണമായാലും, സ്കാന്ത പുരാണമായാലും ദേവി ഭാഗവതമായാലും, ശക്തിഷ്ഠബി പുഷിൻഡീബി എന്നൊക്കെ പറഞ്ഞിട്ട് ദേവി ഭാഗവതത്തിലൂടെ പോകുമ്പോൾ കാണും ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനായിക്കൊണ്ട് ദേവി ഭാഗത്തിലേക്ക്. ശിവപുരാണത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഭസ്മധാരണ വിധി നമുക്ക് കാണാം. ഭസ്മം എങ്ങനെ ധരിക്കണം എന്ന് കാണാം. രുദ്രാക്ഷ മഹാത്മ്യം, രുദ്രാക്ഷം ധരിക്കേണ്ടത് എങ്ങനെ എന്ന് കാണാം. അപ്പോൾ ഏത് പുരാണങ്ങളായാലും എന്തായാലും ഏത് ആയാലും ജൈനന്മാരുടെ ആയാലും ഇനിയതോ ഖുറാനായാലും അല്ലെങ്കിൽ ബൈബിളായാലും എന്തായാലും അതിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, അതിലൂടെയൊക്കെ നമുക്ക് പോകുമ്പോൾ നമുക്കറിയാം സേവനം ചെയ്യുക, ലോകത്തെ മുഴുവൻ സ്നേഹിക്കാൻ തന്നെയാണ് എല്ലാം പറഞ്ഞു തരുന്നത്. അപ്പോൾ ഏതിലൂടെ പോയാലും സക്കാത്ത് നൽകാത്ത നിസ്കാര തയമ്പിന് പടച്ചോൻ കാക്കൂല എന്ന് പറയുന്നതായ മുസ്ലിം സഹോദരനടക്കം. തന്നെ പോലെ തന്നെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് പറയുന്നതായ ഒന്ന്. അപ്പോൾ ജൈനന്മാരാണെങ്കിൽ പറയും എന്തിന് ക്ഷേത്രങ്ങളിൽ പോകുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അച്ഛനും അമ്മയ്ക്കും ആഹാരം കൊടുത്തിട്ട് അവരുടെ വസ്ത്രാദികൾ അവരുടെ മരുന്നാദികളൊക്കെ നോക്കിയിട്ട് മാത്രം ക്ഷേത്രത്തിൽ പോയിട്ടേ കാര്യമുള്ളൂ എന്ന് പറയും. അപ്പം ഏത് ഗ്രന്ഥങ്ങളിലേക്ക് പോയാലും ഏതിലേക്ക് പോയാലും എന്തിനേക്ക് പോയാലും ഒക്കെ നമുക്കറിയാം മുകളിലേക്ക് നോക്കി മലകളിൽ ഈശ്വരനെ കാണാൻ, പിതാവിനെ കാണാൻ സാധിച്ച ക്രിസ്ത്യൻ സഹോദരന്മാർ പഴയ നിയമം എടുത്തു നോക്കിയാൽ അറിയാം. ആ മുകളിലേക്ക് മലകളെ പുഴകളെ ഒക്കെ സ്നേഹിച്ചതായ ക്രിസ്ത്യൻ സഹോദരന്മാർ പിതാവിനെ കാണാൻ സാധിച്ചെങ്കിൽ സകല ഇതിലും ഈശ്വരനെ കാണാൻ തന്നെയാണ് സാധിക്കുന്നത്. യുദ്ധം ഹിരോഷിമ ദിനത്തിൻ്റെ ഓർമ്മയിൽ തന്നെ പറയുന്നു, എല്ലാ തരത്തിലുള്ളതായ യുദ്ധങ്ങൾ ഉണ്ടാവാതെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യുദ്ധം ഒന്നും നേടുന്നില്ല, എല്ലാം പരാജയമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. മാനസികവും ശാരീരികവുമായ യുദ്ധങ്ങൾ. അപ്പോൾ മാനസികമായ യുദ്ധങ്ങൾ നിർബന്ധമായിട്ടും വേണം. കാരണം അധാർമികളെ നിലനിർത്താനായിക്കൊണ്ട്
അവരുടെ നിലനിർത്താനായിക്കൊണ്ട് അവർ പലതും ചെയ്യുന്നു. പക്ഷേ അതിന് ധർമ്മം പ്രവർത്തിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും? ധർമ്മം വലിയ പ്രശ്നമാണ്. അപ്പോൾ മാനസികമായ യുദ്ധങ്ങൾ ഉണ്ടാവട്ടെ, മാനസികമായ യുദ്ധങ്ങളെ തകർക്കാൻ സാധിക്കും. അഹിംസ, സത്യം, അസ്തയം, യാവതർത്ഥപരിഗ്രഹ എന്നുള്ള വേദത്തിൻ്റെ പൊരുളെടുത്തിരിക്കുന്ന ആയ ഗാന്ധിജി, അർത്ഥജ്ഞനായ ഫക്കീർ അഹിംസ കൊണ്ട് സ്വാതന്ത്ര്യം നേടിത്തന്നെങ്കിൽ സംശയമൊന്നുമില്ല ഹിംസ പാതകമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു.